ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് സീരിയസ് ആയിട്ടാണോ കാണുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇത് ഒരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫോഴ്സ്ഫുള്ളി ആരും റെസനേറ്റ് ചെയ്യാൻ നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് സീരിയസ് ആയിട്ടാണോ കാണുന്നത് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് സീരിയസ് ആയിട്ടാണോ കാണുന്നത്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് സീരിയസ് ആയിട്ടാണോ കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് സീരിയസ് ആയിട്ടാണോ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാർഡ് നോക്കാം. ദ ചാരിയറ്റ് കാർഡാണ് നമുക്കിവിടെ ഫസ്റ്റ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് ദ ഫുൾ കാർഡാണ്. 5 ഓഫ് വാൻസിൻ്റെ ഒരു കാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡെത്ത് കാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് കിട്ടുന്നുണ്ട്. ദ മജീഷ്യൻ കാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. 2 ഓഫ് കപ്സ്, കിങ് ഓഫ് സോർഡ്സ്, ദ ഹാങ്ഡ് മാൻ, നൈറ്റ് ഓഫ് സോർഡ്സ്, ദ ടവർ കാർഡ് ആൻഡ് 10 ഓഫ് പെൻഡക്കിൾസ്. ഓക്കെ, മാസ്റ്റർ കാർഡ് നമുക്ക് നോക്കാം. ഓക്കെ, 2 ഓഫ് പെൻഡക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സീരിയസ് ആയിട്ടാണോ കാണുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ചാരിയറ്റ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ചാരിയറ്റ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കാർഡ് ഒരു വ്യക്തിയുടെ ഒരു സ്ട്രോങ് വിൽ പവറിനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ജയിക്കാനുള്ള അവരുടെ ഒരു ത്വര എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലുള്ള കാര്യമാണ് കാണിക്കുന്നത്. റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ പരമാവധി ശ്രമിക്കുന്നു എന്ന് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ടേക്ക് പോകണം, അത് ഞാനായിട്ട് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് കൊണ്ടുപോകണം എന്നൊരു ഡിറ്റർമിനേഷൻ ഈ ഒരു പേഴ്സൺ ഉണ്ട്. ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇത് പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എനർജി തന്നെയാണ്. നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷെ ഇതിനകത്തുള്ളൊരു മറഞ്ഞിരിക്കുന്ന ഒരു സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ശ്രമിക്കുന്ന ഒരു എനർജി നമുക്ക് കാണാനായിട്ട് വരുന്നത്. അവരുടെ അണ്ടറിൽ എല്ലാ കാര്യങ്ങളും നടക്കണം എന്ന രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവരിവിടെ നിങ്ങളോടുള്ള ഫീലിങ്സിനും ഇമോഷൻസിനും പകരം എപ്പോഴും ഒരു റിസൾട്ടിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. സംടൈംസ് ഫോഴ്സ്ഫുള്ളി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിയിൽ വരെ അവർ ശ്രമിക്കുന്ന എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഇന്റൻഷൻ ഇവിടെ ഉണ്ട്, പക്ഷെ ഇതൊരു ഇമോഷണൽ ബാലൻസ് കൊണ്ടല്ല എന്നുള്ളതാണ്. ഒരു കൺട്രോളും ഒരു അംബീഷനും കൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഫുൾ കാർഡാണ്. ഈ കാർഡ് ഒരു വ്യക്തിയുടെ ഒരു പ്യൂർ ഫീലിങ്സ്, അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ്, ഒരു പുതിയ തുടക്കം എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അതായത് ഒരു റിസ്ക് എടുക്കുന്ന മനോഭാവമാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സന്റെ ഒരു മൈൻഡ് സെറ്റിലേക്ക് പറയുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം ഒരു ഫ്രഷ് സ്റ്റാർട്ട് വേണം എന്ന് നല്ല രീതിയിൽ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ്. പിന്നെ ഒരു ഡിസിഷൻ എടുത്ത് ഒരു എന്താ പറയുക, ഒരു ഹൃദയത്തിന്റെ ഭാഷയിലുള്ള അല്ലെങ്കിൽ ഹൃദയത്തോടു കൂടി അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കാനല്ല, അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന് നല്ല സക്സസ് വരണം, ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകണം, അതിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് അവർ ശ്രമിക്കുന്നു. അപ്പം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത് അവർക്ക് സന്തോഷം തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കമ്മിറ്റ്മെന്റ്, ഒരു പ്ലാനിങ് ഇല്ലാതെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് പോകുന്ന രീതിയിൽ, അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പൊ കോൺസിക്വൻസസ് ഒക്കെ ഉണ്ടാകാം. ഇത് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകാം. ആ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ പെട്ടെന്ന് തന്നെ മൂവ് ഓൺ ചെയ്ത് ഈ ഒരു കമ്മിറ്റ്മെന്റ് നൽകി അങ്ങനെ റിലേഷൻഷിപ്പിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അതായത് ഇമ്മച്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് ഈ ഒരു വ്യക്തി എപ്പോഴും കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു ബിഹേവിയർ കാണിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ജെന്യുവൻ ആയിട്ടൊരു സ്നേഹം നിങ്ങളോട് ഉണ്ടോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തിക്ക് ജെന്യുവൻ ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളോട് ഉണ്ട്. അത് സ്നേഹം ജെന്യുവൻ ആണ്, പക്ഷെ
ഒരു സ്റ്റെബിലിറ്റിയുടെ കുറവാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പം ഈ ഒരു 2 കാർഡുകളും കൂടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ 2 കാർഡുകൾ ചേർന്നാൽ ഒരു സൈഡിൽ ഞാൻ ഈ ഒരു ബന്ധം വളരെ സീരിയസ് ആക്കണം എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അതാണ് ചാരിയറ്റ് കാർഡ് കാണിക്കുന്നത്. മറ്റൊരു സൈഡ് വരുമ്പോഴത്തേക്കും എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണമെന്ന് ഈ ഒരു വ്യക്തിക്ക് തന്നെ അറിയില്ല. ജസ്റ്റ് ആ ഒരു ഫ്ലോ അനുസരിച്ച് അങ്ങ് പോകാം എന്ന രീതിയിൽ അവരങ്ങ് മുന്നോട്ടേക്ക് പോകുന്നു. അതാണ് ഈ 2 രീതിയിലാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ സ്ട്രോങ് അട്രാക്ഷൻസ് ഉണ്ട്, ജെനുവിൻ ഇന്റൻഷൻ ഉണ്ട്, പക്ഷെ ഒരു ഡയറക്ഷൻ ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന എനർജിയാണ്. അപ്പൊ അവരുടെ ഒരു ഇന്റേണൽ ഉള്ളിന്റെ ഉള്ളിൽ അവരുടെ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് നിങ്ങളോടൊപ്പം ഫ്യൂച്ചർ വേണം, പക്ഷെ അവരിപ്പോഴും എങ്ങനെ ഇത് സീരിയസ് ഒരു റിലേഷൻഷിപ്പ് ആക്കി മാറ്റാം എന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദിവസം വളരെ ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയുള്ള ഒരു പെരുമാറ്റം ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടാകാം. തൊട്ടടുത്ത ദിവസം വളരെ കെയർലെസ് ആയ രീതിയിൽ ഒരു ഡിസ്റ്റൻസ് ആയി തോന്നാം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ഒരു വ്യക്തി ആ ഫസ്റ്റ് ദിവസം ഇത്ര കമ്മിറ്റ്മെന്റ് നൽകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ, ഇവരിത് വളരെ സീരിയസ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, എന്നെ ഇവർക്ക് ആവശ്യമാണ് എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കും. പക്ഷെ തൊട്ടടുത്ത ദിവസം ഒരു കെയറും തരാതിരിക്കുകയും വളരെ ഒരു കെയർലെസ് ആയ രീതിയിലൊക്കെ പെരുമാറുകയും ഡിസ്റ്റൻസിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ജനുവൻലി ഇവർക്ക് എന്നോട് സ്നേഹമില്ലായിരിക്കാം എന്ന രീതിയിൽ ചിന്തിക്കും. അപ്പൊ നിങ്ങളെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലേക്ക് ഇവരുടെ ഒരു പ്രവൃത്തി കാരണം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുപോവുകയാണ് നിങ്ങൾ. അപ്പം ഒരു സ്ട്രോങ് ആയിട്ട് ഫോക്കസ് ആയിട്ട് സീരിയസ് ആയിട്ട് ഇത് പാർട്ട്ണറായിട്ട് നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു കാഷ്വൽ ഫ്രീ ആയിട്ടുള്ള നോ കമ്മിറ്റ്മെന്റ് എനർജിയാണ് അവർ പലപ്പോഴും കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു മിക്സഡ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സീരിയസ് കമ്മിറ്റ്മെന്റ് ആണോ എന്ന് നിങ്ങൾ സംശയിക്കുന്നു. ഇത് രണ്ടും ഒരുമിച്ച് സീരിയസ് ആകാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഇമ്മച്യൂർ ഹാൻഡിലിംഗ് ആണ് ഇവർക്ക്. ഒരു നല്ല രീതിയിൽ മച്യൂർ ആയിട്ട് രീതിയിൽ ഇത് സ്റ്റേബിൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം അവര് നിങ്ങളെ ഇവിടെ ശരിക്കും ഇഗ്നോർ ചെയ്യുന്നില്ല, അവര് തന്നെ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ഈ റിലേഷൻഷിപ്പ് ജെനുവിൻ അല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളോട് ശരിക്കും സ്നേഹമില്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, അവര് നിങ്ങളെ അവഗണിക്കുന്നതോ ഒന്നുമല്ല. ഈ ഒരു വ്യക്തി വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്. അവർക്ക് ശരിക്കും അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സുകളെല്ലാം തന്നെ റിയൽ ആണ്. പക്ഷെ ഒരു കൺസിസ്റ്റൻസി എക്സ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഡിസപ്പോയിൻമെന്റ് ആകാൻ തരിക എന്നുള്ളതാണ്. അപ്പം അവര് നിങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോഴും അവർ ആ ഒരു ജേർണി എങ്ങനെ നടത്തണമെന്ന് അറിയാതെ ഇങ്ങനെ ജമ്പ് ചെയ്യുകയാണ്, എങ്ങോട്ടേക്കോ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതായത് അവർ ഈ ഒരു ബന്ധത്തിലേക്ക് വന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ നിങ്ങളോട് ഉണ്ടായിരുന്നു, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത്. പക്ഷെ ഇവിടെ ഫുൾ കാർഡ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് വന്നപ്പോഴും ഒരു കമ്മിറ്റ്മെന്റ് പ്ലാനിങ്ങുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അത് ഫീൽ അനുസരിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് റിലേഷൻഷിപ്പ്. അപ്പോൾ അത് സീരിയസ് ആകാനുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ട്, പക്ഷെ മച്യൂരിറ്റി ഇല്ലായ്മ കൊണ്ട് അത് സീരിയസ് ആക്കി കൊണ്ടുപോകാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. ഇതാണ് നമുക്ക് ഈ ഒരു 2 കാർഡുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ നമുക്കിവിടെ 5 of Wands കാർഡ് വരുന്നുണ്ട്. ഇവിടെ ഒത്തിരി ആർഗ്യുമെന്റ്സും ഈഗോ ക്ലാഷസും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതൊക്കെയാണ് ഈ ഒരു ഒരു ചലഞ്ചസ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. ഒത്തിരി ആർഗ്യുമെന്റ്സ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാകാം, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് ഒത്തിരി ഈഗോ ഉള്ള, ഞാൻ എല്ലാം കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു ക്യാരക്ടറുള്ള ഒരു വ്യക്തിയായിരിക്കാം. ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇതൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾക്കും തരിക. ഈ ഒരു വ്യക്തിയും കൺഫ്യൂസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ഒത്തിരി മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഉണ്ടാകും. ഇതൊക്കെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ചലഞ്ചസ് ആയിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഇവിടെ 2 of Pentacles വരുമ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ബാലൻസ് ചെയ്യാനായിട്ട് വളരെയധികം സ്ട്രഗിൾ ആണ് എന്നാണ് കാണുന്നത്. അപ്പം ഈ ഒരു വ്യക്തിയുടെ വർക്ക്, ലൈഫ്, നിങ്ങളോടുള്ള ഫീലിങ്സ്, റിലേഷൻഷിപ്പ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളോടും ഇട്ടിട്ട് ഇവർ ജഗിൾ ചെയ്യാണ്. ശരിക്കും ഇത് ബാലൻസ് ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. ഇതുകൊണ്ട് അവർക്ക് റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആക്കി ഹോൾഡ് ചെയ്ത് പോകാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതിനുശേഷം നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ഡെത്ത് കാർഡാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഡെത്ത് കാർഡും അതോടൊപ്പം തന്നെ തൊട്ട് താഴെ ടവർ കാർഡും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് 2 കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു കോമ്പിനേഷൻ വളരെ പവർഫുൾ ആണ്. പഴയ രീതിയിൽ ഈ ഒരു ബന്ധം തുടർന്ന് പോകുമെന്ന് തോന്നുന്നില്ലാത്തൊരവസ്ഥയാണ്, അല്ലെങ്കിൽ തകർന്ന തരിപ്പടമായി പോയി എന്നൊരവസ്ഥയാണ്. ഒരു സഡൻ ബ്രേക്കോ ഒരു ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി നിന്ന് പോയൊരവസ്ഥയോ കംപ്ലീറ്റ് ഒരു മാറ്റമോ ഈ റിലേഷൻഷിപ്പിന് വന്നിട്ടുണ്ടാവും. അപ്പം ഇതിന്റെ മീനിങ് സീരിയസ് അല്ല എന്നല്ല, ഈ റിലേഷൻഷിപ്പ് സീരിയസ് അല്ല എന്നല്ല,
സീരിയസ് ആകാനായിട്ട് ആ ഒരു പഴയ പാറ്റേൺ മാറണം. എങ്കിൽ മാത്രമേ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് സീരിയസ് ആയിട്ട് വരികയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ടവർ കാർഡ് ഡെത്ത് കാർഡും വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ടവർ കാർഡ് ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും റിലേഷൻഷിപ്പിൽ സഡൻ ആയിട്ട് ഒരു ബ്രേക്കപ്പിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ഇവരൊരു ഡിസ്റ്റൻസ് എടുക്കുകയോ നിങ്ങൾ തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാകാനുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ആ ഒരു പഴയ പാറ്റേൺ മാറിയാൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് സീരിയസ്നെസ് വരാനായിട്ടുള്ള ചാൻസസ് ഉള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മാറ്റങ്ങൾ വന്നിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ. ഇനി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് 2 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് കാണുന്നുണ്ട്. ഇത് ശരിക്കും റിയൽ ആയിട്ടുള്ള ഇമോഷണൽ ബോണ്ടിങ് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺസ് പലപ്പോഴും പല രീതിയിലുള്ള ചില സമയത്ത് ഭയങ്കരമായിട്ട് സ്നേഹമുള്ള പോലെ നിങ്ങൾക്ക് തോന്നും, ചില സമയത്ത് എന്നെ ഒട്ടും ഇഷ്ടമല്ലേ എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈ ടു ഓഫ് കപ്സിന്റെ കാർഡ് ജെന്യുവൻ ആയിട്ടുള്ള അവരുടെ ഫീലിങ്സ് ആണ് പറഞ്ഞിരുന്നത്. റിയൽ ഇമോഷണൽ ബോണ്ടിങ് നിങ്ങളോടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്വീൻ ഓഫ് പെന്റക്കിൾസ് അവർ നിങ്ങളെ ഒരു സ്റ്റേബിൾ ആയിട്ട് ഒരു കെയറിംഗ് പാർട്ട്ണർ ആയിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുന്നില്ലാത്തത് കൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഒത്തിരി ഇഷ്ടമാണ് അവർക്ക്, നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷമാണ്. നിങ്ങൾ എപ്പോഴും സ്റ്റേബിൾ ആയിട്ട് അവരുടെ ഒപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ആ ഒരു കെയറിങ്, നിങ്ങളെ കെയർ ചെയ്യുന്നതായിക്കോട്ടെ, നിങ്ങൾ അവരെ കെയർ ചെയ്യുന്നതായിക്കോട്ടെ, അതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ട്ണർ തന്നെയാണ് ഈ ഒരു പേഴ്സൺ. പക്ഷെ ആ ഫീലിങ്സുകൾ നോക്കുമ്പോൾ വളരെ ജെന്യുവൻ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 10 ഓഫ് പെന്റക്കിൾസിന്റെ കാർഡാണെങ്കിൽ പോലും ഒരു ലോങ് ടൈം ഫ്യൂച്ചർ നിങ്ങളോടൊപ്പം ഉണ്ടാകണം, ഒരു ഫാമിലി ബിൽഡ് ചെയ്തെടുക്കണം, ഒരു സ്ഥിരമായിട്ടുള്ള ഒരു ജീവിതം അവർ ഇമാജിൻ ചെയ്യുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഒരു ബിഗസ്റ്റ് ക്ലാരിറ്റി ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സുകൾ ശരിക്കും ഒരു സൂപ്പർഫിഷ്യൽ അല്ല, ഒരു ഡീപ്പായിട്ട് ലോങ് ടൈം ഓറിയന്റഡ് ആണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ് ഇതെന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കിങ് ഓഫ് സോർട്സിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു കിങ് ഓഫ് സോർട്സ് പ്ലസ് നൈറ്റ് ഓഫ് സോർട്സ്, കിങ് ഓഫ് പേഴ്സ്, നൈറ്റ് ഓഫ് സോർട്സ്. ഓക്കെ, അവര് ലോജിക്കലായിട്ട് പലപ്പോഴും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പക്ഷെ ചിലപ്പോൾ ചില സമയത്ത് അവര് മാറി അവർ ഇമോഷണലി ചിന്തിക്കുന്നതും അവരുടെ ഫീലിങ്സുകളൊക്കെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലൊക്കെ അവർ സംസാരിക്കും. അപ്പം ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഒത്തിരി ഡിഫിക്കൽട്ട് ഉള്ള ഒരു പേഴ്സൺ ആണ്. അത് എക്സ്പ്രസ് ചെയ്യുമ്പോൾ താൻ എന്തോ താന്നു പോയതുപോലെയോ അല്ലെങ്കിൽ എന്തോ ഒരു ഈഗോ ക്ലാഷ് അവിടെ ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇമോഷൻസ് പലപ്പോഴും അവർ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും തന്നെ ലോജിക്കൽ രീതിയിലാണെങ്കിലും ചില സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ പോയിട്ട് ഇമോഷണലി ഫീലിങ്സുകളൊക്കെ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അങ്ങനെ കാണിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂസ്ഡ് ആകും. ആക്ച്വലി നിങ്ങൾ ചിന്തിക്കും ഈ ഒരു പേഴ്സൺ വളരെ ലോജിക്കലായിട്ട് കുറച്ചൊന്നും മച്യൂറായിട്ട് അല്ലെങ്കിൽ ഒത്തിരി എക്സ്പ്രസ് ചെയ്യാത്ത ഒരു പ്രകൃതക്കാരനാണ് കാര്യമാണ് എന്ന രീതിയിൽ നിങ്ങൾ അവരെ കണ്ടിരിക്കാം. പക്ഷെ ചില സമയത്ത് ഇവർ ആ ഇമോഷൻസ് പുറത്തു വിടുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓക്കെ ഇവർക്ക് ഇത് എക്സ്പ്രസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അറിയാലോ, കെയർ ചെയ്യാനൊക്കെ നന്നായിട്ട് അറിയാം, എങ്കിൽ പോലും പല സമയത്ത് ഇവരത് കാണിക്കുന്നില്ല. അപ്പൊ അങ്ങനെ കാണിക്കാത്തത് എന്നോടൊരു സ്നേഹം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് സീരിയസ് ആയിട്ട് ഇവർ കാണുന്നില്ലാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ നിങ്ങൾ ചിന്തിക്കാനുള്ള ഒരു ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു എനർജി അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ലാസ്റ്റ് ഇത് ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. ഹാങ്ഡ് മാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്റ്റക്ക് ഫീലിങ്സ് ആണ് നമുക്ക് പറയാൻ പറ്റുക. ഡിസിഷൻ എടുക്കാനായിട്ട് കുറച്ച് ഡിലേ വരുന്നു എന്ന് തന്നെ പറയും. ഈ റിലേഷൻഷിപ്പ് വളരെയധികം സീരിയസ് ആണ്, പക്ഷെ ഈ ഒരു പേഴ്സണൽ സീരിയസ് ആണ്, പക്ഷെ ആക്ഷൻ എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്കിവിടെ വീണ്ടും ഇവിടെ ഒരു മജീഷ്യൻ കാർഡും കൂടെ വന്നിട്ടുണ്ടല്ലോ. അപ്പം അവര് ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം മുന്നോട്ടേക്ക് വർക്കാക്കി മൂവ് ഓൺ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ചിലപ്പോൾ ഒരു കൺട്രോള് അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ ടെൻഡൻസി ഒക്കെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് ഒരു എക്സ്റ്റേണലായിട്ടുള്ള ആരെങ്കിലും ഒരു കൺട്രോളോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം അങ്ങനെ ഒരു ടെൻഡൻസി ഇതിനകത്ത് കാണാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു റീഡിങ്ങിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് സീരിയസ് ആണോ, ഈ ഒരു വ്യക്തി സീരിയസ് ആയിട്ട് തന്നെയാണോ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അവർ ഈ റിലേഷൻഷിപ്പിനെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നു. പക്ഷേ ഒരു കൺസിസ്റ്റൻസി തരാനായിട്ട് അവർക്ക് പറ്റുന്നില്ല.
ഇമോഷണൽ കൺഫ്യൂഷൻ അവർക്കുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലൂടെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഡെത്തും ടവർ കാർഡും കൂടെ കോമ്പിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റും. പിന്നെ ബാലൻസ് ചെയ്യാനായിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്യുകയാണ്. ഇവിടെ 2 ഓഫ് പെന്റക്കിൾസ് അതാണ് നമുക്ക് കാണിച്ചിരുന്നത്. അതായത് സീരിയസ് ആയിട്ടുള്ള ഇന്റൻഷൻ ഉണ്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ലോങ് ടൈം ഫ്യൂച്ചർ വരെ അവർ കാണുന്നുണ്ട്. 10 ഓഫ് പെന്റക്കിൾസ് അതാണ് നമുക്ക് പറയുന്നത്. പക്ഷെ ഇപ്പോൾ അവർ ഇന്റേണലി അൺസ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണ് ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളോടൊപ്പം ഇരിക്കാനും നിങ്ങൾ സമയം ചെലവഴിക്കാനും ഒക്കെ ഒത്തിരി ഉള്ള ഒരു പേഴ്സണാണ്. വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് റിലേഷൻഷിപ്പ് അവർ കാണുന്നതും എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സോൾ മെസ്സേജസ് ഒന്ന് എടുത്ത് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്ത് കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സോൾ മെസ്സേജ് നമുക്ക് നോക്കാം. യു ആർ മൈ ഹാപ്പിനെസ്. ഓക്കെ, നിങ്ങളാണ് അവരുടെ സന്തോഷം എന്നുള്ളൊരു കാര്യം അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ ഫീൽ സോ ഹാപ്പി വെൻ യു ആർ അറൗണ്ട്. ഓക്കെ, നിങ്ങൾ അവരുടെ കൂടെയുള്ള സമയത്തൊക്കെ അവർ വളരെയധികം ഹാപ്പിയാണ് എന്ന് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. യു ഡോണ്ട് നീഡ് ടു ബി അഫ്രൈഡ്, ഐ ആം ഓൾവേസ് ഹിയർ മൈ ഡിയർ, ഐ ലവ് യു സോ മച്ച്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും പേടിക്കേണ്ട ഒരു കാര്യമില്ല, ഞാനിവിടെ ഉണ്ട്, നിനക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്, ഐ ലവ് യു സോ മച്ച്, നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് ഒരു പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, എനിക്ക് വിഷമങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും എൻ്റെ സങ്കടങ്ങളൊക്കെ ഞാൻ ഒരു ചിരിയുടെ മറവിൽ ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. യു ഹാവ് മെയ്ഡ് മീ ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഓൺ ദ എർത്ത്. ഓക്കെ, ഈ ഒരു ഭൂമിയിൽ ഈ ഒരു ലോകത്തിൽ എന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് പേഴ്സണായിട്ട് മാറ്റിയത് നീയാണ് എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. യു ആർ മൈ ഹാർട്ട്, മൈ സോൾ, മൈ ട്രഷർ, മൈ ടുഡേ, മൈ ടുമോറോ, മൈ ഫോർ എവർ ആൻഡ് എവറിഥിങ്. ഓക്കെ, നിങ്ങളാണ് അവരുടെ ഹൃദയം, അവരുടെ ആത്മാവ്, അല്ലെങ്കിൽ അവരുടെ നിധി നിങ്ങളാണ്. അവരുടെ ഇന്നും നാളെയും എല്ലാം എപ്പോഴും നിങ്ങൾ തന്നെ ആയിരിക്കും എന്ന് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയുന്നുണ്ട്. There was a time when I was suffering alone, but then you came and rescued me from the darkness. Okay, എൻ്റെ ലൈഫിൽ ഒരു സമയം ഉണ്ടായിരുന്നു, ഞാൻ ഒത്തിരി സഫർ ചെയ്ത് ഒറ്റയ്ക്കായി പോയൊരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നീ എൻ്റെ ലൈഫിലേക്ക് വന്നു, എന്നെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്നു. ആ ഒരു ഇരുട്ടറയിൽ നിന്ന് നീ എന്നെ രക്ഷിച്ചു എന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. അത് ഇന്നും അവർ ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് അസ് ടുഗെദർ. ഓക്കെ, ലാസ്റ്റ് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു മെസ്സേജാണ്. ഫ്യൂച്ചറിൽ നമ്മൾ ഒരുമിച്ച് ചേരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്നാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത്. അപ്പോൾ ഇത്ര സോൾ മെസ്സേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് ജാനുവരി മന്താണ് ഇവിടെ കിട്ടുന്നത്. 1988 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. വൈറ്റ് കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ബ്യൂട്ടിഫുൾ ഐസ്, മനോഹരമായ കണ്ണുകളുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നല്ല കണ്ണുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കാം. സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. മെസ്സി ഹെയർ സ്റ്റൈൽ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഒക്കെ ഉള്ളത്. നമ്പർ 25 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1990 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ എക്സ് കിട്ടുന്നുണ്ട്. ഡ്രോയിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 49 റൈഡിങ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നുണ്ട്. 1999 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ക്രിക്കറ്റ്. ഓക്കെ, റീഡിങ് 1984. നമ്പർ 24 1984 വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ഫെബ്രുവരി മന്ത് കിട്ടുന്നുണ്ട്. ക്രേസി ആയിട്ടുള്ള ഒത്തിരി ക്രേസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ക്രേസി ആയിരിക്കാം. 2001 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലെറ്റർ എൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കെയറിങ്. ഓക്കെ, ലെറ്റർ ഒ കിട്ടുന്നുണ്ട്. നമ്പർ 28 സോഷ്യൽ മീഡിയ. 1986 ചാരിറ്റി. ജൂൺ മന്ത്.
ലെറ്റർ ടി 7 ഡേയ്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. മലപ്പുറം ജില്ല കിട്ടുന്നുണ്ട്. നമ്പർ 40. അപ്പോൾ ഇത്ര ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.